ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആദിത്യ എന്നാണ്. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്നാണ്. സോ ബേസിക്കലി മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഹിസ്റ്ററിനെ ആൽഫ ന്യൂമറിക് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യയുടെ കേസാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പേഴ്സൺ എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ആള് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഓക്കെ, സോ ആ ആൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ 500 rupees ചാർജ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എമൗണ്ട് ആണത്. 500 rupees ചാർജ് ചെയ്തിട്ട് 500 കൊടുക്കും. ഓക്കെ, പക്ഷെ നമ്മുടെ ഫോറിൻ കൺട്രീസ് ലൈക്ക് UK, US, ദുബായ് ഇവിടെയൊക്കെ എങ്ങനെ വെച്ചാൽ അവര് പേഷ്യൻസ് മെഡിക്കൽ കാർഡ് യൂസ് ചെയ്യും. ഇന്ത്യയിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് കാർഡ് അതന്നെയാണ് സംഭവം. പക്ഷെ ഇന്ത്യയിൽ നമ്മൾ മോസ്റ്റ്ലി ലൈക്ക് മോർ ദാൻ ലാക്ക് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇൻഷുറൻസ് കാർഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഫോറിൻ കൺട്രീസിൽ UK, US അവരെങ്ങനെ വെച്ചാൽ ഈ ഫീവർ മുതൽ ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾക്ക് അവരെന്താണ് മെഡിക്കൽ കാർഡ് യൂസ് ചെയ്യും. സോ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡൗട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റൽസിന് എങ്ങനെയാണ് ഈ ഒരു പൈസ കിട്ടുകയെന്ന്. ഓക്കെ, അവിടെയാണ് മെയിൻലി നമ്മുടെ മെഡിക്കൽ കോഡിന്റെ റോൾ വരുന്നത്. സോ ഈ മെഡിക്കൽ കോഡ് എന്ത് ചെയ്യും? പേഷ്യന്റ് ഹിസ്റ്ററിനെ ആൽഫ ന്യൂമറിക് കോഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ഡിസീസ് ഉണ്ട്, കാർഡിയാക് ഇഷ്യൂ എന്ന് പറയുന്നത്. സോ കാർഡിയാക് ഇഷ്യൂവിന് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോ ട്രീറ്റ്മെന്റ്. സോ ഇതിനൊരു പ്രത്യേകതരം കോഡ് ഉണ്ടാവും. ഓക്കെ, സോ അതിനെയൊക്കെ ആൽഫ ന്യൂമറിക് കോഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഒരു ഡൗട്ട് വരുന്നത് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഈ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി 3 ബുക്കാണുള്ളത്. ICD-10-CM എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, CPT എന്ന് പറയുന്നത് കറന്റ് പ്രൊസീജിയറൽ ടെർമിനോളജി, HCPCS എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ കോമൺ പ്രൊസീജിയർ കോഡിംഗ് സിസ്റ്റം. സോ ഈ 3 ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ആൽഫ ന്യൂമറിക് കോഡിലേക്ക് മെഡിക്കൽ കോഡ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിസീസിന്റെ കോഡ് അറിയണമെങ്കിലാണ് ICD-10-CM യൂസ് ചെയ്യുന്നത്. ഒരു ട്രീറ്റ്മെന്റ് കോഡ് അറിയാൻ വേണ്ടിയിട്ടാണ് CPT യൂസ് ചെയ്യുന്നത്. HCPCS എന്ന് പറയുന്നത് വെച്ചാൽ സർവീസസ് കാര്യങ്ങൾ അതിന്റെ കോഡ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് മെഡിക്കൽ കോഡ് ആൽഫ ന്യൂമറിക് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇവരത് എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അയക്കും. ഇൻഷുറൻസ് കമ്പനിയിൽ വേറൊരു മെഡിക്കൽ കോഡ് ഉണ്ടാവും. അവരതിനെ ഡീകോഡ് ചെയ്യും തിരിച്ച് ബാക്ക് ടു പേഷ്യന്റ് ഹിസ്റ്ററിയിലേക്ക്. എന്നിട്ട് ക്ലെയിംസ് ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അവര് മണി ഹോസ്പിറ്റലിലേക്ക് റിലീസ് ചെയ്യും. ഇങ്ങനെയാണ് ഹോസ്പിറ്റൽസിന് ഈ പൈസ ഇങ്ങനെ കിട്ടുന്നത്, ഈ ഫോറിൻ കൺട്രീസിലൊക്കെ കിട്ടുന്നത്. സോ ഈ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് RCM എന്ന് പറയുന്നത്, അതായത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. ഓക്കെ, സോ അതിൽ 3 കീ റോൾസ് ആണ് ഉള്ളത്: പേഷ്യന്റ്, പ്രൊവൈഡർ, പേയർ. പേഷ്യന്റ് എന്ന് പറയുന്നതാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ. പ്രൊവൈഡർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആൾക്കാർ. പേയർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി, അവരാണ് ഈ ഹോസ്പിറ്റൽ അല്ലെ ഡോക്ടേഴ്സിന് മണി റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പൊ എല്ലാവർക്കും എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, അതായത് ആരൊക്കെ എലിജിബിൾ ആണെന്ന്, ഏതൊക്കെ കോഴ്സിന് പറ്റും? അതായത് ലൈഫ് സയൻസ് സ്റ്റുഡൻസ്, അതായത് BSc ബയോളജി, സുവോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, BSc കെമിസ്ട്രി, റേഡിയോളജി, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, MBBS ആൻഡ് ബാച്ചിലർ ഓഫ് ഫാർമസി, മാസ്റ്റർ ഓഫ് ഫാർമസി, PharmD, ഡിപ്ലോമ ഓഫ് ഫാർമസി. സോ ഇവർക്ക് എല്ലാവർക്കും ആണ് ഈ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരാണ് എലിജിബിൾ ആയിട്ടുള്ളത്. സോ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെ മെഡിക്കൽ കോഡിംഗ് ഫീൽഡിലേക്ക് നമുക്കൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ അതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് നമ്മളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ലൈഫ് സയൻസ് സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സാമ്പിൾസ്. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമുക്ക് എന്താണ് ലൈഫ് സയൻസ്, ഇപ്പോൾ ഞാൻ BSc ബയോളജി കഴിഞ്ഞു. BSc ബയോളജി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമുക്ക് ഇന്റർവ്യൂ കൊടുത്ത് നമ്മൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനീസ് ഏതാണോ ഹയർ ചെയ്യുന്നത് ആ കമ്പനീസ് നമുക്ക് ട്രെയിനിങ് തരും. രണ്ടാമത് വരുന്ന ഓപ്ഷൻ എന്താ വെച്ചാൽ കുറെ കോഴ്സ് ഉണ്ട് മെഡിക്കൽ കോഡിങ്ങിന്. ഓക്കെ, സോ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെ പോവാം. ഇപ്പം കോഴ്സിൽ തന്നെയാണെങ്കിലും 2 രീതിയിലാണ് വരുന്നത്. ബേസിക് മെഡിക്കൽ കോഡിംഗ് വരുന്നുണ്ട്, അഡ്വാൻസ് മെഡിക്കൽ കോഡിംഗ് വരുന്നുണ്ട്. ബേസിക് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ഒരു 45 to 50 days ഒക്കെയാണ് വരുന്നത്, ക്ലാസ് വരുന്നത്. അഡ്വാൻസ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 60 to 120 days ആണ് ക്ലാസ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ അഡ്വാൻസ് മെഡിക്കൽ കോഡിംഗ് പോകാനാണ്. കാരണം എന്താ വെച്ചാൽ അഡ്വാൻസ് മെഡിക്കൽ കോഡിംഗിൽ നിങ്ങൾ ഇൻ ഡെപ്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഇൻ ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് Tier 1 കമ്പനീസിൽ തന്നെ ഇന്റർവ്യൂ കൊടുത്ത് പ്ലേസ്ഡ് ആവാനും പറ്റും.
ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സാലറി എങ്ങനെയാണ് ഇതിൽ വരുന്നതെന്നാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു ബേസിക് മെഡിക്കൽ കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഒരു 10,000 to 15,000 ആയിരിക്കും വരിക. അഡ്വാൻസ് മെഡിക്കൽ കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20,000 പ്ലസിന്റെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുക. ഇപ്പൊ ഒരു 2+ years ഓഫ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു 3.5 LPA to 5 LPA ഒക്കെ വരും. ഇനി ഒരു 5+ years ഓഫ് എക്സ്പീരിയൻസ് ഈ കോഴ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഒരു 5 LPA to 10 LPA ആണ് ഒരു സാലറി റേഞ്ച് എന്ന് വരുന്നത്. സോ നമുക്ക് ഇനി മെഡിക്കൽ കോഡിങ്ങിലെ കരിയർ പാത്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഒരു മെഡിക്കൽ കോഡർ ട്രെയിനി ആയിട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഒരു ക്വാളിറ്റി അനലിസ്റ്റ് പൊസിഷൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീം ലീഡർ പൊസിഷൻ വരും. അത് കഴിഞ്ഞാൽ കോഡിംഗ് മാനേജർ പൊസിഷൻ, പിന്നെ ഒരു നിങ്ങൾക്ക് എന്താ കോഡിംഗ് ഡയറക്ടർ, ആ ഒരു പൊസിഷൻ വരെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ പോകാൻ പറ്റും. സോ പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എവിടുന്ന് ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് തരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, അതായത് നല്ല പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് നോക്കണം. ഓക്കെ, സോ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കാം. കാരണം സോഫ്റ്റ് സ്കില്ലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേസ്മെന്റ്സിൽ. സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എവിടുന്ന് മെഡിക്കൽ കോഡിംഗ് ചെയ്യണം എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് പേഴ്സണലി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പോൾ ക്ലിയർ ചെയ്ത് തരും. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്